പറയണ ഈ കിറ്റ് വിതരണം ചെയ്യുന്ന റേഷൻ കട വഴിയാണ്, അല്ലാതെ അത് CPM പ്രവർത്തകർ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നതല്ല. റേഷൻ കട വഴിയാണ് കിറ്റ് വിതരണം ചെയ്യുന്നത്. അത് ഈ വറുതിക്കാലമായതുകൊണ്ടാണ്. ഈ കോവിഡ് മൂലം ആളുകൾക്ക് വരുമാനം നഷ്ടപ്പെടുന്ന കാലത്ത് സർക്കാർ കൊടുക്കുന്നതാണ്. കടം വാങ്ങിയ പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് അദ്ദേഹം പറയും. ഇത് കടം വാങ്ങിയ പൈസ അല്ല, ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം എടുത്തിട്ടാണ് കിറ്റ് കൊടുത്തത്. ആ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 പൈസ കൊടുക്കരുതെന്ന് ആഹ്വാനം ചെയ്തവരാണ് അങ്ങയുടെ പാർട്ടിയുടെയും മുന്നണിയുടെയും നേതാക്കന്മാർ. ഇത് ജനങ്ങൾ കാണുകയല്ലേ. ഈ കെടുതിയുടെ കാലത്ത് ഈ കേരളത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചവരാണ് നിങ്ങളെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നിങ്ങൾ കോടതിയിൽ പോയി സാലറി ചലഞ്ചിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ CMDRFിലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന് ആഹ്വാനം ചെയ്തു. അപ്പൊ കമ്മ്യൂണിറ്റി കിച്ചണായിട്ടും കിറ്റായിട്ടും മറ്റ് സഹായങ്ങളായിട്ടും ഈ ഗവൺമെന്റ് നിന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആരോടൊപ്പം നിൽക്കും കേരളത്തിലെ ജനങ്ങൾ? ഇത് അവരുടെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഒറ്റ ഫ്ലാഗ്ഷിപ്പ് പരിപാടി പോലും നടന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചത് ഈ ഗവൺമെന്റ് അല്ലേ? എത്ര വലിയ അംഗീകാരം ജനങ്ങൾക്കിടയിൽ അതുണ്ടാക്കിയത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു, ഇതൊക്കെ പൂർത്തിയാക്കിയാൽ നിങ്ങളെ അംഗീകരിക്കാം. ഇപ്പൊ അവർ മിണ്ടുന്നില്ല. പക്ഷെ അസാധ്യമെന്ന് കരുതിയത് സാധ്യമായി. K-ഫോൺ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായില്ലേ? അതിന്റെ ഭാഗമായി കേരളം പവർ കട്ടില്ലാത്ത സംസ്ഥാനമായി മാറി. സമ്പൂർണ്ണ വൈദ്യുതീകരണം നടന്നു. സമ്പൂർണ്ണ വെളിയുടെ വിസർജന വിമുക്ത സംസ്ഥാനമായി കേരളം ഈ കാലയളവിൽ വളർന്നു. ഈ മാറ്റങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കാണുകയല്ലേ. വീടില്ലാത്തവർക്ക് വീട് കിട്ടുകയല്ലേ. അങ്ങിതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പെൻഷൻ കിട്ടിയ മനുഷ്യരെ നിങ്ങളുടെ കാലത്ത് 18 മാസം കുടിശ്ശികയാ. ഒറ്റ പൈസ കൊടുത്തിട്ടില്ല അവര് പെൻഷൻ. അത് മുഴുവൻ കൊടുത്തു തീർത്തത് ഈ ഗവൺമെന്റാണ്. കൈ നിറയെ പണം കിട്ടുന്നു, പെൻഷൻ കിട്ടുന്നു, അർഹതപ്പെട്ട പെൻഷൻ. അവന്റെ ചുറ്റുപാടുകളിൽ വന്ന മാറ്റം, ആ മാറ്റം അവൻ കാണുന്നു. ഞങ്ങളിത് മാത്രാ പറഞ്ഞത്. നിങ്ങൾ വിവാദങ്ങളുടെ പുറകെ പോയി. ഞങ്ങൾ വികസനം ജനങ്ങളുടെ മുൻപിൽ ചർച്ച ചെയ്തു. അതിന്റെ മാറ്റമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇനി നിങ്ങൾ തോറ്റിട്ടില്ല. തോറ്റെങ്കിൽ തന്നെ വലിയ തോൽവിയല്ല. ഇനി അങ്ങനെ വന്നാൽ തന്നെ അത് ജനങ്ങൾ ചിന്തിക്കാത്തതാണെന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അത് വിലയിരുത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങോട്ട് അത്തരം കാര്യങ്ങൾ തർക്കിക്കാൻ ഞാനില്ല.